ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വെള്ളി വീണ വെള്ളിത്തിരയിലെ അസ്വസ്ഥതകൾക്ക് കാലത്തിൻ്റെ പഴക്കമുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നടപടികൾ സമഗ്രവും കൃത്യവുമാവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ദിവസങ്ങൾക്കകം കൂടുതൽ പരാതികൾ, 20ഓളം പരാതികളും 8 പേർക്കെതിരെ കേസും. രഹസ്യമൊഴിയും വിവരശേഖരണവും പരിശോധനകളുമായി പഴുതടച്ച് അന്വേഷണം വികസിക്കുന്നു. പരിശോധനകളിൽ ഇരയുടെ മൊഴി തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് നടൻ സിദ്ദിഖിനെതിരെ വരുന്നത്. നടൻ മുകേഷിന് താൽക്കാലികാശ്വാസവുമായി സെഷൻസ് കോടതി. അറസ്റ്റ് 5 ദിവസത്തേക്ക് തടഞ്ഞു. ചടുലമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഇരട്ടത്താപ്പിൻ്റെ തന്ത്രം പയറ്റുകയാണോ പ്രതിപക്ഷം? ചർച്ച ചെയ്യാം ആക്ഷനിലെ കരുത്തും നടപടികളിലെ സൂക്ഷ്മതയും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ; എൻ ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ; സതീഷ് RH, ഫെഫ്ക ട്രഷറർ. അഭിഭാഷകൻ കൂടിയായ ലാൽകുമാറിലേക്ക് ആദ്യം. ലാൽ, ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിന് പുറത്തായിട്ട് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമല്ലാതെ തന്നെ വന്നിട്ടുള്ള കുറേ വെളിപ്പെടുത്തലുകളുണ്ട്. അതേ തുടർന്നാണ് മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം ചേർന്ന് ഒരു ഉന്നതതല പോലീസ് സംഘത്തെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ആ സംഘത്തിൽ IPS തലത്തിലെ വളരെ മുതിർന്ന ഉദ്യോഗസ്ഥ സംഘം, വനിതാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സംഘം, ആ ഉന്നത സംഘം, ആ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്ന ഓരോ നടപടിയും പരിശോധിച്ചാൽ അത് എത്രമാത്രം വ്യക്തതയും കൃത്യതയും ഉള്ളതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിക്കാൻ ഏതെങ്കിലും ഒരു പഴുത് ഇതുവരെയുള്ള നടപടികളിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. നോക്കൂ, ഇവിടെ ആദ്യം സൂചിപ്പിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് പലർക്കുമെതിരെ FIR ഇടുന്നില്ല. ഞാനും ശരത്തിയേട്ടനും കൂട്ടുതീരുന്ന ഒരു ചർച്ചയ്ക്കകത്ത് നമ്മൾ പറഞ്ഞതാണ്, പരാതി വരട്ടെ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് അകത്തെ മൊഴി കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. ഇപ്പുറത്ത് വന്നതാണെങ്കിൽ പോലും കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഒരു കംപ്ലയിൻറ്റ് പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് FIR രജിസ്റ്റർ ചെയ്യുമെന്നും വളരെ സുവ്യക്തമായി നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞതാണ്. ആ അഭിപ്രായം ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ അഭിപ്രായം ചുവട് പിടിച്ചാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ അല്ലെങ്കിൽ FIR ഇട്ട് മുന്നോട്ട് പൊക്കൂടെ, അല്ലെങ്കിൽ ഇവരുടെ കംപ്ലയിൻ്റ് ഇല്ലാതെ തന്നെ FIR ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അത് നിൽക്കില്ല. ഇതൊരു FIR ഇടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ക്രൈം, ടൈം, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, ഇതെല്ലാം ആൾ വന്ന് പറയേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ വിക്റ്റിം പറയേണ്ടതാണ്. അത് TV ഒരു ചാനൽ വന്നിരുന്ന് പറഞ്ഞ് അതിനെ അടിസ്ഥാനപ്പെടുത്തി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. അവിടെ ഒരു മൊഴിയുടെ ഒരു ആവശ്യം ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോൾ വേണ്ട, അല്ലാതെ തന്നെ ഇടാം. ഇപ്പോൾ ലളിതാകുമാരി കേസിനകത്ത് FIR ഇടുന്നതിൽ തെറ്റൊന്നുമില്ല. അത് വളരെ അപ്പാരൻ്റ് ആയിട്ടുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ 16 വർഷവും 26 വർഷം മുമ്പ് നടന്നൊരു ക്രൈമിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനല്ല, ആ സിറ്റുവേഷനും കൂടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്, ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന കാര്യം ക്ലിയറായിട്ട് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് കംപ്ലയിൻ്റ് ആവശ്യമുണ്ട്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് അതൊരു ഓറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓറൽ എവിഡൻസ് ഞാൻ പറയുന്നത് ഒരു ഓറൽ സ്റ്റേറ്റ്മെൻറ്റ് പോലീസിൻ്റെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നാട്ടിൽ FIR തന്നെ ക്വാഷ് ചെയ്യാനായിട്ടുള്ള സ്കോപ്പുണ്ടോ ശരത്തേട്ടാ? FIR തന്നെ ക്വാഷ് ചെയ്യാം. അപ്പോൾ കാര്യം നമ്മൾ ഈ ആരംഭശൂര എന്ന് പറയുന്ന പോലെ, കേരളീയ ആരംഭശൂര അതര കേരളീയ എന്ന് പറയുന്ന പോലെ ചാടിക്കേറി കൊണ്ടുപോയി എല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് അവസാനം ഇത് ക്വാഷ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇവർ പറയാൻ പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെശക് കൊണ്ടാണ്, ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ FIR ഇട്ടെന്ന് പറയും, ഇങ്ങനെ ഇട്ടെന്ന് പറയും. പറയത്തില്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി. ഇത് പറയും. അതൊന്നുമില്ലാതെ വളരെ കൃത്യമായി സമഗ്രമായി എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് വരുന്നു. ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് ഓരോരുത്തരുടെ എതിരെയും ഇപ്പം കംപ്ലയിൻറ്റ്, ഇവർ മുകേഷിനെ പേടിയാണ് സർക്കാരിന്, അതുകൊണ്ട് FIR ഇടത്തില്ല. രഞ്ജിത്തിനെ പേടിയാണ്, FIR ഇടാൻ പേടിയാണ്. ഇപ്പം സിദ്ദിഖിനെ പേടിയാണ്. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ നിയന്ത്രിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു ഇവിടെ? ഇപ്പം FIR വീണോ? ഇത് തന്നെയാണ് നമ്മൾ പല കേസുകളിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത്. പോലീസിനെ പണി ചെയ്യാൻ വിടുക, അതിനകത്ത് കയറി അനാവശ്യമായി നമ്മൾ കാര്യം ഇടപെടില്ല. കാര്യം ആ ഇൻവെസ്റ്റിഗേഷൻ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം. ഇത് തന്നെ
10-15 വർഷം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നത് അത് പ്രൂവ് ചെയ്ത് വരാൻ വലിയ ബുദ്ധിമുട്ടുമുണ്ട്. അത് 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 അതിൻ്റെ ലീഗൽ ഇൻട്രിക്കസീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ടി വി കൂടെ പിടിച്ച് ടി വി കൂടെ അറസ്റ്റ് ചെയ്ത് ടി വി കൂടെ ട്രയൽ നടത്തി ടി വി കൂടെ തൂക്കിക്കൊല്ലും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇന്നത്തെ റേറ്റിംഗ് വന്ന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇനിയും വരാൻ പോകുന്ന ദിവസം ആൾക്കാരുടെ വ്യൂവർഷിപ്പും കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വീണ്ടും 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 മസാല കയറ്റുകയോ ഒക്കെ ചെയ്ത അടുത്ത കാര്യങ്ങൾ ഇവിടെ വരും. ഇവിടെ പല തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മീഡിയ ട്രയൽ നടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീഡിയ ട്രയൽ മാത്രമാണ് നടക്കുന്നത്. ആ മീഡിയ ട്രയൽ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത, നമുക്ക് പറയാനുള്ളത് ഒരു ലോജിക്കൽ പോയിന്റ് ആയിരിക്കും, അത് പറഞ്ഞു പോലും അവസാനിപ്പിക്കാൻ പറ്റാത്ത അവസരം കിട്ടാത്ത ഒരു സാഹചര്യം വരും. അപ്പോഴത്തേന് പിണറായി വിജയൻ്റെ കുറ്റമായി, ലോകത്തില്ലാത്തവരെല്ലാം കുറ്റമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ചാനൽ ഡിബേറ്റുകളുടെ റേറ്റിംഗ് അല്ല ഇൻവെസ്റ്റിഗേഷൻ. സയൻറ്റിഫിക്കിന് വളരെ കൃത്യമായി എവിഡൻസ് കൊണ്ടുവന്നില്ല എങ്കിൽ കോടതി എടുത്തത് കളയും. കാര്യം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രാധാന്യം. ആ തെളിവുകൾക്കനുസരിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ. ഇപ്പം ദിലീപിൻ്റെ കാര്യത്തിൽ അന്നും പറഞ്ഞതാണ് ആൾക്കാർ ദിലീപിനെ സംരക്ഷിക്കാൻ നോക്കുന്നു. ഇപ്പം ദിലീപ് കിടന്ന് ഇട്ട വരയ്ക്കുന്ന കണ്ടില്ലേ? കാര്യം കൃത്യമായ അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടേക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയല്ലേ. ഇപ്പം മോഹൻലാലിൻ്റെ വലത്തെ സൈഡിലോ ഇടത്തെ സൈഡിലോ ഇരുന്ന ആൾക്കാരാണ്. ഇതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കത്തില്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ അടുത്തൊരു വിഷയം കൂടെ ഞാൻ പറയാം. മുകേഷുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒന്ന് വരുന്നത്. അതുകൂടെ പറഞ്ഞ് എന്നെ അവസാനിപ്പിക്കാൻ അനുവദിക്കണം. മുകേഷ് ഒരു മന്ത്രിയായിരുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം നിർബന്ധമായും രാജിവെക്കണം. അദ്ദേഹം ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ ഇരുന്നത് അദ്ദേഹം അത്രയും ദിവസം അവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം നേരത്തെ ഇറങ്ങി പോകണമായിരുന്നു. കാര്യം അതൊരു മോറൽ ഇഷ്യൂസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് ആരാ? കോൺഗ്രസ്സാണ് പറയുന്നത്. ഈ പറയുന്ന പീഡന പരാതി വന്നിട്ട് പീഡനവുമായി എന്നെ പീഡിപ്പിച്ചു എന്ന് വ്യക്തമായി പറഞ്ഞ ശേഷം നമ്മളെ ഡിപ്പാർട്ടഡ് സോളാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഉമ്മൻചാണ്ടി രാജിവെച്ചോ? വെച്ചില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മൊഴി വന്നു. കുഞ്ഞാലിക്കുട്ടി MLA സ്ഥാനം രാജിവെച്ചോ? എത്ര പേരുടെ ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക, ആരാണ് ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തു നിന്ന് രാജിവെച്ചിട്ടുള്ളത്? ഒരു MP സ്ഥാനത്തു നിന്നാരില്ല. KC വേണുഗോപാൽ MP സ്ഥാനത്തു നിന്ന് രാജിവെച്ചോ? ഈ നിയമസഭാ കാലത്തിൽ 2 പേരുണ്ടല്ലോ ഈ പറയുന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത്, അവർ 2 രാജിവെച്ചോ? അത് ചുമ്മാ കൊട്ടത്താപ്പിന് വന്നിരുന്ന് അന്നാ മുകേഷ് അങ്ങ് രാജിവെക്കുക എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും പരാതി വരുന്നു. പരാതി അങ്ങനെ ഇഷ്ടം പോലെ വരും, അത് അന്വേഷിക്കും. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കുന്നതനുസരിച്ച് അദ്ദേഹം പൊക്കോളും. MLA സ്ഥാനം കൂടെ രാജിവെച്ചിട്ട് രാഷ്ട്രീയം കളിക്കേണ്ട പരിപാടിയല്ല ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ കോടതി നടപടികളിലും നമ്മൾ ചെയ്യേണ്ടത്. ഇവർക്ക് പറയാനുള്ള ഇപ്പം മാധ്യമങ്ങൾ കുറച്ച് പേര് പറയും MLA സ്ഥാനം ധാർമ്മികമായി രാജിവെക്കണ്ടേ. അടുത്ത രസകരമായ ഒരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ ഇടതുപക്ഷവും ഈ പറയുന്ന വലതുപക്ഷവും രണ്ടല്ലേ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ മൊറാലിറ്റി ഇല്ലേ എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ മൊറാലിറ്റി ഉണ്ടായിട്ട് നമ്മൾ പല കാര്യങ്ങളും അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ അക്കൗണ്ടബിലിറ്റിക്ക് നമ്മൾ മുന്നോട്ട് കുറേ കാര്യങ്ങൾ വെക്കും. അവസാനം സംഭവിച്ചത് എന്നാ? കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പിയറിൽ CPIM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അക്കൗണ്ടബിലിറ്റി. മറ്റവർക്കാർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാര്യം ഉമ്മൻചാണ്ടിക്ക് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമായിരുന്നെങ്കിൽ മുകേഷിന് MLA ആയിട്ടിരിക്കാം. മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ യോജിക്കുന്നൊന്നുമില്ല. മുകേഷിനെതിരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത്. മുകേഷ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ചു, ആ സാധനത്തിന് നമുക്ക് ചോദിക്കാനൊന്നുമില്ല. അദ്ദേഹം ജയിലിൽ പോകണം, അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചാൽ ജയിലിൽ പോകണം. അത് CPM കോൺഗ്രസും BJP ഒന്നുമില്ല അതിനകത്ത്. അത് നിയമപരമായ നിയമത്തിൻ്റെ ഭാഗത്തിൽ കൂടെ പോകുന്നതാണ്. അതുകൊണ്ടല്ലേ FIR ഇട്ടത്? അല്ല ഇദ്ദേഹത്തിനെ വെറുതെ വിടാനാണോ ഇട്ടത്? അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ വർക്ക് ചെയ്യുമ്പം ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് പറ്റില്ല. ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഇന്ന് KK രമ പറഞ്ഞിട്ടുണ്ട്. KK രമ RMPയുടെ KK രമ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കരുത്. UDF-ലേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ എക്സാമ്പിൾ പറയുന്ന രീതിയിൽ പറയരുതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികത പുലർത്തണം. ഈ പറയുന്ന KK രമ എനിക്ക് KK രമയോട് അങ്ങനെ വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ KK രമ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണമെന്ന് KK രമ പറഞ്ഞില്ല UDF-നകത്ത് നിന്ന്. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ മറ്റ് പീഡന കേസിൽ വന്ന ആൾക്കാരെ ഈ സെൽഫ് കറക്ഷൻ എന്നുള്ള രീതിയിൽ രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. അവിടെ പറയാതിരുന്നവരാണ് ഇപ്പുറത്തോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അന്ന് ഇവിടെ ഉള്ളവരെല്ലാം രാജിവെച്ചേക്കാൻ പറയുന്നത്.
അതിനകത്തൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ബാക്ക് ഫുട്ടിൽ എത്തിക്കാനാണെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ പറയാം, മുകേഷ് രാജിവെക്കണം. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറയാം. ആ കുന്നപ്പള്ളി മറ്റേ ആളോട് അങ്ങ് രാജിവെക്കട്ടെ, ആദ്യം അവരങ്ങ് വെക്കട്ടെ, എന്നിട്ട് ബാക്കി വർത്താനം പറയാം. നിങ്ങൾ ഇറക്കി വിടുന്ന സാധനത്തിനകത്ത് ഈ പറഞ്ഞ കേസ് വെട്ടാണെങ്കിൽ ഇവിടുത്തെ വി.ഡി. സതീശനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? വി.ഡി. സതീശനെതിരെ ഒരു സ്ത്രീ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശൻ രാജിവെക്കണോ? ഞാൻ പറയത്തില്ല രാജിവെക്കണമെന്ന്. അങ്ങനെ രാജിവെക്കാനാണ് ഇവിടെ രാജിവെക്കാനേ ആൾക്കാർക്ക് നേരം കാണത്തുള്ളൂ. പൊതുപ്രവർത്തകർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഒരാൾ കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായും ശിക്ഷിക്കപ്പെടണം. ആ ട്രയൽ ഒരു കാരണവശാലും നമ്മൾ എവിഡൻസ് ഹാജരാക്കുന്നതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് അന്ന് അടിച്ചേക്കാം എന്ന് പറഞ്ഞ് ചുമ്മാ ചടപളയാങ്ങ് അടിക്കാനായിട്ട് നിന്നു കൊടുക്കാൻ പറ്റത്തില്ല. അത് ഇന്നൊരാൾ പറഞ്ഞിരിക്കുകയാണ്, BJP ആൾ പറഞ്ഞിരിക്കുകയാണ്, മുകേഷ് വെളിയിലിറങ്ങിയ കർണം അടിച്ചു പൊട്ടിക്കുമെന്ന്. എന്തൊരു രാഷ്ട്രീയ ഭാഷ, എന്ത് മാന്യമായ ഭാഷയാണെന്ന് ആലോചിക്കാനേ. കർണം അടിച്ചു പൊട്ടിക്കുമെന്ന്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമാവും. വി.ഡി. സതീശൻ വന്ന് അല്ലെങ്കിൽ മറ്റൊരാൾ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ ഇരിക്കുകയല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ലാലിലേക്ക് വരാം. ഇവിടെ ഏതായാലും ആ തുടക്കത്തിൽ തന്നെ ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് സംസാരിച്ച ശ്രീകുമാർ, അദ്ദേഹം എത്തിയത് നേരിട്ട് മുകേഷിലേക്കാണ്. ആ കാര്യത്തിൽ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസ് പുലർത്തുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ചൂണ്ടിക്കാട്ടിയതും. ആ വിഷയത്തിലേക്ക് തന്നെ താങ്കൾ വരുമെന്നും എനിക്കറിയാം. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഒരു നിമിഷം, ഇന്ന് ഈ പരാതി ഇന്നലെ മണിക്കൂറുകളെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പരാതിക്കാരിയുമായി സംസാരിച്ച് മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ നിന്നാണ് ഈ കേസുകൾ, മുകേഷിൻ്റെ കേസായാലും ഇടവേള ബാബുവിൻ്റെ കേസായാലും മണിയമ്പിള്ള രാജുവിൻ്റെ കേസായാലും അതുപോലെ തന്നെ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരായ കേസായാലും ഒക്കെ വന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ജയസൂര്യക്കെതിരായ കേസായാലും. അപ്പോൾ ആ പരാതിക്കാരി ഇന്ന് ഈ അന്വേഷണ സംഘത്തെയും മറ്റും അവരുടെ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ 2 വാചകം കേട്ടുകൊണ്ട് ഞാൻ ശ്രീകുമാറിലേക്ക് വരാം. അപ്പോൾ സർക്കാർ നമ്മളോട് നിന്നും SIT വളരെ നമ്മളോട് 10 മണിക്കൂറോളം എൻ്റെ കൂടെ ഇരുന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ കാണുകയും വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ മൊഴിയെടുത്തുകൊണ്ട് അവർക്കെതിരെ ഇത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ഇന്നലെ FIR ഇട്ടത്. അപ്പം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിൻ്റെ ലുപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ FIR ഇട്ടത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ സർക്കാരിനോട് എടുത്തെടുത്തത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്കിങ്ങനെ ഒരു സത്യം തുറന്നു പറയാനൊരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT, അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവരുടെ കൂടെ വന്ന എല്ലാവർക്കും, സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. കാരണം അവർ നിയമം വളരെ സത്യസന്ധമായിട്ട് അവരെടുത്തു. അവിടെ ഈ കുറ്റം ചെയ്തവർ വമ്പനാണോ മുതലാളിയാണോ സെലിബ്രിറ്റിയാണോ എന്നൊന്നും അവർ നോക്കാതെ നിയമത്തിൻ്റെ സത്യസന്ധത അവർ നോക്കി കേസിട്ടതാണ്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ടാകാതെ തന്നെ അവർ വളരെ കൃത്യമായിട്ട് ഈ കേസെടുത്തതിൽ എനിക്ക് നീതി കിട്ടി. റൈറ്റ്. ഇവിടെ ശ്രീകുമാർ, ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തെ സംബന്ധിച്ച് ആശാവഹമല്ലേ പരാതി കൊടുത്ത സ്ത്രീ, യുവതി, അവർ തന്നെ അത്രമേൽ ആ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ചു നിൽക്കുന്നു. ആ വിശ്വാസം തുറന്നു പറയാൻ അവരൊരു മടിയും കാട്ടുന്നില്ല. കേരളം എന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആശാവഹമായ ഒരു കാര്യം തന്നെയല്ലേ താങ്കളിത് കേൾക്കുമ്പോൾ തോന്നുന്നത്? ഒരു പരാതിക്കാരിക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടുകയാണെങ്കിൽ അത് ആ പരാതിക്കാരി സന്തോഷത്തോടെ പറയും. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ പരാതിക്കാരിയുടെ അടുത്തേക്ക് ഈ പ്രത്യേക സംഘം എത്താനായിട്ട് എത്ര ദിവസം എടുത്തു എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ആ ദിവസം എടുത്തതിൻ്റെ ആ ഒരു കാലതാമസമാണ് കേരളം ചർച്ച ചെയ്തത്. ആദ്യം ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനൊന്നും ആരും എതിർത്തിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് ആരും എതിർത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 4 വർഷമായിട്ട് അടയിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടത്തിൽ പുറത്തു വന്നു. അതിൽ സുപ്രധാനമായ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ് വെട്ടിയെടുത്ത് മാറ്റിവെച്ചു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പരാതിക്കാരി ഗവൺമെൻറ്റിനെക്കുറിച്ചോ പോലീസിനെക്കുറിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചോ പറയുന്നതിലൊന്നും ഞാൻ പ്രത്യേകിച്ച് അതിലൊന്നും കാണുന്നില്ല. അത് അവരുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി അവർ പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ.
ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ലാൽകുമാർ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ലാതെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു ശ്രീ മുകേഷിനെയൊക്കെ. അതിൽ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. ഒരാൾ ആരോപണ വിധേയനായി വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അയാൾ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആരുടെ പാർട്ടിയാണ് ആദ്യം അത് കൊണ്ടുവന്നത് എന്ന് ശ്രീ ലാൽകുമാർ നന്നായിട്ട് അറിയാം. ഒരു സ്ത്രീ ഒരു ആരോപണം കൊണ്ടുവന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ചാനലുകൾ കാണിച്ച വിധിയും ജഡ്ജ്മെൻറ്റും ഒക്കെ ശ്രീ ലാൽകുമാർ മറന്നിട്ടില്ലല്ലോ. അത് തന്നെ ഇപ്പോഴും നടക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷം മാത്രമല്ലല്ലോ ശരത്തെ. ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായ ആനി രാജയില്ലേ, ഒരു 2 മാസം മുമ്പ് വയനാട്ടിൽ CPMകാർ പോലും CPMകാർ കൂടി പോയിട്ട് ജയിപ്പിക്കാൻ ശ്രമിച്ച ആനി രാജയ്ക്ക് എന്തുകൊണ്ടാണ് തോന്നിയത് മുകേഷ് രാജിവെക്കണമെന്ന്? VD സതീശൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ശരി, പ്രതിപക്ഷത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ആനി രാജ ഒരു വനിതാ നേതാവെന്ന നിലയിൽ പറഞ്ഞ അവരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിൽ തന്നെ CPIയുടെ അഭിപ്രായത്തെ കണ്ടത്. ആനി രാജ പറഞ്ഞത് CPIയുടെ അഭിപ്രായം എന്ന നിലയിലേക്ക് ആകെ നമുക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. CPIയുടെ വനിതാ നേതാവ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. 2 അഭിപ്രായമല്ല. CPIയിൽ എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ 3 അഭിപ്രായം വന്നിട്ടുണ്ട്. പ്രകാശ് ബാബു പറഞ്ഞ വേറൊരു അഭിപ്രായമാണ്. പ്രകാശ് ബാബു ആനി രാജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം പറയുന്നതിൽ ഇരട്ടത്താപ്പുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ MLAമാർ 2 പേര് ശരിയാണ്, എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ M. വിൻസെൻറ്റും രാജിവെച്ചിട്ടില്ല. കാരണം മുൻകൂർ ജാമ്യം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുകേഷ് ജാമ്യം കിട്ടും, കോടതി തീരുമാനിക്കട്ടെ. അത് നമുക്ക് വിഷയം അതല്ലല്ലോ ശരത്തെ. വിഷയം എന്താണ്? ഇതിലത്തൊരു രാഷ്ട്രീയം നമ്മൾ കാണണ്ടേ? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട നയം, അതിൻ്റെ ഘടന, ഇതൊന്നും ഇതുവരെ ആയിട്ടില്ല. ഇന്നതാ സിനിമാ മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞ എന്താണ്? ഒരു കമ്മിറ്റി, ഇത് നയം രൂപീകരിക്കുന്ന മന്ത്രിസഭയാണ്. മന്ത്രിസഭയല്ലല്ലോ നയം രൂപീകരിക്കേണ്ടത്. നയം രൂപീകരിക്കേണ്ടത് LDF അല്ലേ? ഗവൺമെൻറ്റിൻ്റെ LDF അല്ലേ ആദ്യം നയം രൂപീകരിക്കേണ്ടത്? CPIയുടെ ഉൾപ്പെട്ട, കേരള കോൺഗ്രസ് ഉൾപ്പെട്ട, ജനതാദൾ ഉൾപ്പെട്ട ഒക്കെയുള്ള കക്ഷികൾ ഉൾപ്പെട്ട LDF അല്ലേ നയം രൂപീകരിക്കേണ്ടത്? എന്നിട്ടല്ലേ മന്ത്രിസഭയിൽ വരേണ്ടത്. അപ്പോൾ മന്ത്രിസഭയിൽ വരുന്ന ഒരു കമ്മിറ്റിയുടെ ഒരു കരട് രൂപത്തിലേക്കാണ്, അതിലാണ് മുകേഷിനെ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു. മുകേഷ് ഉൾപ്പെട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല, സിനിമാക്കാരാണ് ഉൾപ്പെട്ടോട്ടെ. പക്ഷേ അങ്ങനെ രാജിവെക്കണമെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല. ഈ സമൂഹത്തിലെ 100 എഴുത്തുകാർ ഇന്നലെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 100 എഴുത്തുകാർ. അതിൻ്റെ ആ എഴുത്തുകാരുടെ അതൊക്കെ നമ്മുടെ നിൽക്കട്ടൊക്കെ വേറെ ചർച്ച ചെയ്യാം. ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നില്ല ശരത്തെ. കാരണം ഇതിൽ രാഷ്ട്രീയം കാണേണ്ട വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു സിനിമാക്കാരുടെ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ നമ്മൾ തന്നെ രാഷ്ട്രീയമായി കാണാൻ ശ്രമിച്ചാൽ അത് എങ്ങും എത്തില്ല. താങ്കൾ മുകേഷ് രാജിവെക്കണം എന്നൊരു ആവശ്യത്തെ പ്രസ് ചെയ്യുന്നില്ലെന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കാരണം കോൺഗ്രസ് മാത്രമല്ല പറഞ്ഞത്, CPIയെ ഉദാഹരിച്ചു. മാത്രമല്ല താങ്കളൊരു ശ്രദ്ധേയമായ പോയിന്റ് പറഞ്ഞു, ആരോപണ വിധേയനാകുന്ന ഘട്ടത്തിൽ തന്നെ കുറ്റക്കാരനെന്ന് വിധിക്കരുത് എന്ന താങ്കൾ പറഞ്ഞ വാചകത്തെ മുഖവിലക്കെടുത്താൽ ഈ ഘട്ടത്തിൽ മുകേഷ് രാജിവെക്കണം എന്നൊരാവശ്യം താങ്കൾ പ്രസ് ചെയ്യുന്നില്ല എന്നല്ലേ? അങ്ങനെയാണോ? എന്താണ് അതിൻ്റെ ലക്ഷ്യം? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാനൊരു വ്യക്തിയല്ലേ, ഞാനൊരു പാർട്ടിയുടെ വക്താവൊന്നുമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം മുകേഷിൻ്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. കാരണം ഒരു വ്യക്തിക്ക് അയാൾ ഒരു വ്യക്തിക്ക് അയാൾ തെറ്റുകാരനല്ലെന്ന് തോന്നിയാൽ അയാൾക്ക് ഉചിതമായ തീരുമാനം എടുക്കാം. ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് നിർദ്ദേശിക്കാം താങ്കൾ രാജിവെക്കണം. ഇത് പാർട്ടി എന്തുകൊണ്ട് നിർദ്ദേശിക്കുന്നില്ലെന്നേ പ്രതിപക്ഷം ചോദിക്കുന്നുള്ളൂ. മുകേഷ് രാജിവെക്കണമോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ശ്രീകുമാർ. അവിടെ സമരമുണ്ടായി, പ്രതിപക്ഷം ഒരു നിലപാട് സ്വീകരിച്ചു. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞു ആരോപണ വിധേയനാകുന്ന ഒരു ഘട്ടത്തിൽ തന്നെ വിധിക്കരുത് എന്ന് പറയുന്ന ഒരു പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ അത് ഈ ചർച്ചയിൽ പറയുകയും ചെയ്തു. എന്നാൽ മുൻപ് അത്തരം സമീപനം ഉണ്ടായതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അതിൻ്റെ ആവർത്തനം മാത്രമാണിത്, അല്ലെങ്കിൽ ആവർത്തനമാണ് ഇപ്പോഴെന്നും പറഞ്ഞല്ലോ. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയുന്നത് ഈ ഘട്ടത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത്. അല്ല, അത് ആ വ്യക്തിയെ തീരുമാനിക്കേണ്ടത്. അതായത് ഞാൻ തെറ്റുകാരനാണ് എന്നൊരാൾക്ക് തോന്നിയാലാണ് അയാളുടെ നിലപാടെടുക്കുക.
അല്ലല്ല, ശരത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകൻ എന്താണ്? സാക്ഷികളാണ് സമൂഹത്തിൽ. എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്ന ആളുകളാണ്. അതിനൊരു സാക്ഷിയാണ് ഞാൻ. ഈ സാക്ഷിയായി ഞാൻ മുകേഷ് രാജിവെക്കണമെന്നോ വേണ്ടെന്നോ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മുകേഷിനെതിരായിട്ടുള്ള ആക്ഷേപവും ആരോപണവും വരുമ്പോൾ ഒരാൾക്കത് ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും അയാൾ രാജിവെക്കണമെന്ന് പറയുന്നവരോട് ഞാൻ പണ്ടും യോജിക്കുന്നില്ല. പക്ഷേ അന്ന് തിരിച്ചു പറഞ്ഞവരാണ് ലാൽകുമാറിന്റെ വിശ്വാസമുള്ള പാർട്ടിക്കാരെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നെ മുകേഷിന്റെ കാര്യത്തിൽ അവരുടെ പാർട്ടിയുടെ MLA ആണ്. പാർട്ടി അത് തീരുമാനിക്കട്ടെ. ഇടതുമുന്നണിയിലെ നേതാക്കളാണ് പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്ന്. പ്രതിപക്ഷം മാത്രമല്ല. ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇത് പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പിലേക്ക് കൊണ്ടിടണ്ട. ഇത് പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിലേക്ക് ശരത്ത് കൊണ്ടിടണ്ട. ഇത് മുകേഷിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ തീരുമാനമാണ്. അത് അതുകൊണ്ട് സമയമെടുത്തു. മുകേഷിന്റെ രാഷ്ട്രീയമായി മുകേഷിന്റെ വ്യക്തിപരമായ തീരുമാനത്തിന് വിടുന്നു, അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ആ മുന്നണിയോ പാർട്ടിയോ തീരുമാനിക്കട്ടെ, മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യാൻ, മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നൊരു വിഷയം പൊതുവെ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ആ വിഷയത്തിൽ ഒരു സമരരംഗത്തേക്ക് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടൊക്കെ സമരം ചെയ്യുന്നതിലും ഒരു കാര്യമില്ലായ്മയുണ്ടോ? ഇല്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരെ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു MLA-ക്കെതിരെ ആക്ഷേപം വരുമ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പ്രതിപക്ഷം പറയുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അപ്പോഴല്ലേ ഇരട്ടത്താപ്പെന്ന പ്രശ്നം വരുന്നത്? തങ്ങളുടെ കൂടെയുള്ള MLA-മാർ അവിടെ ഇരിക്കുകയും ഭരണപക്ഷത്തായതുകൊണ്ട് ഒരു MLA രാജിവെക്കണമെന്നും പറയുന്നതിലെ അതിനേലെ ഇരട്ടത്താപ്പെന്ന് പറയുക, അതും ആളുകൾ ചോദിക്കില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഇതിനകത്തില്ലേ? ഈ പ്രശ്നത്തിലില്ലേ? ശരത്തെ കോൺഗ്രസിന്റെ MLA-മാര് രാജിവെക്കാതിരുന്നപ്പോൾ പ്രതിപക്ഷത്തിൽ അന്നത്തെ CPM നേതൃത്വം പറഞ്ഞവർ രാജിവെക്കണമെന്ന്. കോൺഗ്രസ് തെറ്റ് ചെയ്തു, ശരി. ആ കോൺഗ്രസ് തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും തെറ്റ് ചെയ്യാം എന്നൊരു നമ്മൾ സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്. അതിൽ കൂടുതൽ ഇവിടെ ഞാൻ എന്താ പറയുക? അതല്ല, ഞാൻ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും സ്റ്റാൻഡിനെ കുറിച്ചാണ് ചോദിച്ചത്. ആ വിമർശനം താങ്കൾക്ക് ഉന്നയിക്കാം, അത് ശരിയുമാണ്. താങ്കൾക്ക് ആ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് നിശ്ചയമായി, ഒരു ചർച്ചയിൽ അതുണ്ടല്ലോ. ഞാൻ ചോദിച്ചത് സർ അതിൻ്റെ മറുഭാഗമാണ്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, കേരളത്തിലെ UDF എന്ന പ്രതിപക്ഷം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, ഇപ്പോൾ മുകേഷ് രാജിവെക്കണമെന്ന് പറയാൻ കേരളത്തിലെ ആ മുന്നണിക്ക്, ആ പ്രതിപക്ഷത്തിന് റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതേക്കുറിച്ച് മാത്രമാണ്, അതിൻ്റെ മറുവശങ്ങളെക്കുറിച്ചാണ് സാറ് സംസാരിച്ചത്. അതൊക്കെ അതിരിക്കട്ടെ, ഇതേക്കുറിച്ച് കൂടി തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. കാരണം ഇത് രാഷ്ട്രീയ തീരുമാനമല്ലേ. അതായത് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെക്കുന്നു, ആ കമ്മിറ്റി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അത് ആലോചിക്കണം. ഗവൺമെന്റ് സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനൊരു കമ്മിറ്റിയെ വെക്കുന്നു, ആ കമ്മിറ്റി ചില കണ്ടെത്തലുകൾ നടത്തുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. അവിടെയാണ് പ്രതിപക്ഷം ഒരു ഭരണകക്ഷി MLA-യുടെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്ന ഒരാളുടെ, ചലച്ചിത്ര അക്കാദമി എന്ന സ്വയംഭരണ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ രാജി ആവശ്യപ്പെടുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ സതീഷിലേക്ക് വരുന്നതിന് മുമ്പ് ലാല് ദീർഘമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാദം ശക്തി പ്രാപിക്കുകയായിരുന്നോ ദുർബലപ്പെടുകയായിരുന്നോ? ജനപ്രതിനിധികൾ ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് കീഴ്വഴക്കങ്ങളാകെ പരിശോധിച്ചാൽ മന്ത്രിമാർ മുതൽ മുകളിലോട്ടാണ്. താങ്കൾ നേരത്തെ പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ മന്ത്രിയായിരുന്നുവെങ്കിൽ മുകേഷ് രാജിവെക്കണമായിരുന്നു. ജനപ്രതിനിധികളുടെ കാര്യത്തിൽ രാജ്യത്തെ നിലനിൽക്കുന്ന ഒരു പൊതു സമീപനം, കീഴ്വഴക്കം എന്താണ് എന്നതുകൂടി പരിശോധിച്ചാൽ കേരളത്തിലടക്കം, ഉദാഹരണം നേരത്തെ എൽദോസിൻ്റെയൊക്കെ കാര്യം താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ, ഈ പ്രശ്നത്തെയും അങ്ങനെയാണോ കാണേണ്ടത്? പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഇതൊരു സെക്ഷൽ അസോൾട്ടാണ്, അത്തരമൊരു കേസാണ് എന്ന പ്രശ്നം ഉന്നയിക്കുന്നവരുണ്ട്. സർക്കാർ തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിനെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുള്ളത് എന്നതുകൂടി വരുമ്പോൾ ഇതിന് മറ്റുള്ളിടങ്ങളിലൊന്നുമില്ലാത്തൊരു പ്രത്യേകത അവർക്ക് ആരോപിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, സർക്കാർ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ കണ്ടെത്തൽ എന്നൊക്കെ പറയുന്നു. ഒന്നത്. അടുത്തത് പിന്നെ സർക്കാർ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ്. അല്ല, ഞാൻ ആ സോളാർ കമ്മീഷൻ്റെ കാര്യം ആലോചിച്ചതേ. ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മുന്നിൽ സോളാർ ജഡ്ജിയുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇവിടെ നിന്നല്ല മേളോട്ട് ഓടേണ്ടി വരും. കാര്യം ഓടിയാൽ തീരാൻ പാടില്ല, മരിക്കുന്നിടം വരെ ഓടണം.
കാര്യം അതാണ് ആ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിലൊക്കെ പറയുന്നവർക്ക് നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ഞാൻ ആ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് ഇവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരനെല്ലാം കൂടെ എഴുന്നേറ്റ് ഓടേണ്ടി വരും. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അത്. ഇതൊക്കെ മറന്നുപോയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നാട്ടുകാർ. നമ്മൾ മറന്നിട്ടില്ല, കോൺഗ്രസ്സുകാരങ്ങ് മറക്കും. കാര്യം അത് ഈ പാർഷ്യലായിട്ട് അവർക്ക് മറക്കുക, സിറ്റുവേഷണൽ മെമ്മറിയുടെ ഒരു പ്രശ്നം വരും. അതാ സംഭവിക്കുന്നത്. നോക്കൂ, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസല്ലായിരുന്നോ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് ദണ്ഡിയാത്രയ്ക്ക് പോയതാണോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്ന ഇത്? ശ്രീമാറിയേട്ടുണ്ടെന്ന് ചോദിച്ച് ദണ്ഡിയാത്രയ്ക്ക് പോയതിൻ്റെ ആയിരുന്നോ ഇവിടെ ഒരു ലേഡി വന്ന് പുറത്ത് വന്നിരുന്ന് അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനിത് പറയാൻ ആഗ്രഹിച്ചതൊന്നുമല്ല, എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരാൾക്കെതിരെയുള്ള ആരോപണം വരുമ്പം അത് വീണ്ടും 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 പുറകെ പോയി ചികഞ്ഞെടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ ഇവരങ്ങ് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പുണ്യ പവിത്ര ഭാരതഭൂമിയിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ച് ഗംഗാ നദിയിൽ കുളിച്ചെഴുന്നേറ്റ് ഇരിക്കുന്ന പുണ്യാളന്മാരെ പോലെ വർത്താനം പറയുന്നത്. ഇവർക്കെതിരെയുള്ള കേസ് എന്താ? ഇപ്പം ഈ പറഞ്ഞ എൽദോസിനെതിരെയുള്ള കേസ് എന്താ? പാർട്ടീഷന്റെ സമയത്ത് പാകിസ്ഥാൻകാരെ ഓടിച്ചതാ? അതൊന്നും അല്ലല്ലോ കേസ്. പീഡിപ്പിച്ചത് തന്നെയാ കേസ്. പീഡനം, മനസ്സിലായില്ലേ? അതിനകത്ത് പീഡനം അല്ലെന്നൊന്നും വീക്ഷണത്തിന്റെ മുൻ എഡിറ്റർ പറഞ്ഞാൽ പീഡനം അല്ലാതാകത്തില്ല. താങ്കൾക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് CPM-ന്റെ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹം അടുത്ത് ചോദിച്ചത് ഒരു കാര്യം, ആനി രാജ, രസകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ് കേക്ക്. താങ്കൾ പറഞ്ഞതിന്റെ സെൻസ് അതാ, പിന്നല്ലാതെ എന്താ? താങ്കൾ പറഞ്ഞതിന്റെ സെൻസ് അതാണ്. പിന്നെ അടുത്തത്, ആനി രാജ ഇങ്ങനെ പറഞ്ഞില്ലേ? ആ പോട്ടെ, ഇടതുപക്ഷത്തിനകത്തുനിന്ന് ഇങ്ങനെ പറയാനൊരു ശബ്ദം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരാള്. സത്യത്തെ ആ മുന്നണിക്ക് ഇപ്പം പറഞ്ഞില്ലേ, CPI-ക്ക് വിഭിന്നമായ ഒരു സ്വരം ഇല്ലേ? അങ്ങനെ വിഭിന്നമായ ഒരു സ്വരം വരത്തക്ക രീതിയിലൊരു ജനാധിപത്യ സംവിധാനം ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാവോ? അപ്പോട്ടെ, അവരങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അവരാരും തല്ലിക്കൊല്ലാൻ പോവാ. നിങ്ങൾക്കെതിരെ വിഭിന്നമായ സ്വരം എന്നാ വരാത്തെ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ പല ആൾക്കാരുടെയും കേസ് വന്നല്ലോ. ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നത് ശരിയായില്ലെന്ന് പറഞ്ഞ ഒരു കണക്കിങ് പറ ശ്രീമാറിയേട്ടാ, ചുമ്മാ ഇരിക്കല്ലേ? എന്നെക്കാളും പ്രായമുണ്ടല്ലോ ശ്രീമാറിയേട്ടന്. ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഇന്ന കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുഞ്ഞാലിക്കുട്ടി MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ ആരും ഉണ്ടോ? എൽദോസ് രാജിവെക്കണം എന്ന് പറഞ്ഞവരുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ പേര്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പുറത്തെ ആൾക്കാരുടെ കാര്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ത്രീയുടെ മൂല്യം ഇന്ന് ഷാനിമോൾ ഉസ്മാൻ ചോദിച്ചിരിക്കുന്ന ഇവിടെ ഷൈല ടീച്ചറൊന്നും ഇപ്പൊ ഇല്ല എന്നാ. ഷൈല ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ തിരിച്ച് ഷാനിമോളോട് ചോദിക്കാനുള്ളത്, എൽദോസ് വന്നപ്പോൾ ഷാനി ഇവിടെ ഇല്ലായിരുന്നോ? ഷാനിമോൾ ഉസ്മാൻ എവിടെ പോയിരിക്കുകയായിരുന്നു? ദുബായിക്ക് ടൂറിന് പോയിരിക്കുന്നു അല്ലായിരുന്നല്ലോ, ഇവിടെ തന്നെ ഇല്ലായിരുന്നോ? അപ്പൊ അതിനുള്ള മറുപടി പറയണം. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ള സാധനത്തിനകത്ത് മറുപടി പറയുക. അത് രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണഗതി ചെയ്യും. അതിനെ അത് ചെയ്തതിനെ തെറ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞല്ലേ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞതു ഇരട്ടത്താപ്പാന്ന് നമ്മൾ പറയും. അത് ഇരട്ടത്താപ്പാന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളുടെ പീഡനം വരുമ്പം ഇത് നല്ല ഒന്നാം തരം പീഡനം, മറ്റേ രണ്ടാം ക്ലാസ് പീഡനം എന്ന് പറഞ്ഞ് വെക്കാതെ. നിങ്ങൾക്ക് അലിഗേഷൻ ഉള്ളത് മുകേഷിനെതിരെയാണോ? ഞാൻ മുകേഷിനെ ന്യായീകരിച്ച് ചേട്ടൻ തുടങ്ങിയത് എങ്ങനെയാ? ശ്രീമാറിയേട്ടൻ ഞാൻ മുകേഷിനെ ന്യായീകരിക്കുകയാണ് എന്നുമില്ലാത്ത പോലെ. ഞാൻ മുകേഷിനെ ഡിസ്കാർഡ് ചെയ്താൽ നിൽക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ ചർച്ച ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ ആ സ്ത്രീയുടെ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുസമൂഹത്തിന്റെ ബാധ്യത. ആ ബാധ്യതയിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സംശയമില്ല എനിക്ക് ആ കാര്യത്തിൽ. മുകേഷിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണം. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇത് FIR ഇടണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒളിച്ചോടിയ ആളൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ അന്ന് ബാക്കിയുടെ എല്ലാം കൂടെ അങ്ങ് ചെയ്തേക്കാമെന്ന് പറയുന്ന ആ ന്യായമുണ്ടല്ലോ, അത് പെതുക്കെ നടന്നോളൂ. ഒരു ദിവസം കൊണ്ട് പിണറായി ഭരിക്കുന്ന മന്ത്രിസഭയില് പിണറായിയുടെ അരിവാൾ ചുറ്റിയിൽ നിന്ന് ഒരാൾക്കെതിരെ FIR ഇട്ടല്ലോ. ഇതൊന്നും അല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയും ഇവർക്ക് എന്താ, ഇവരുടെ കാര്യങ്ങൾ വരുമ്പം അതൊക്കെ വേറെ ഒരു കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പുറത്തെ കാര്യങ്ങളെല്ലാം നന്നായിക്കോണം. ഇപ്പുറത്തെ കാര്യങ്ങൾ നന്നാകണം. ആനി രാജയുടെ സ്റ്റേറ്റ്മെന്റിന് ഞാൻ വളരെ വാല്യൂ കൊടുക്കുന്നു. കാര്യം എന്താ, അവർക്ക് അങ്ങോട്ട് ശബ്ദം ഉയർത്താൻ പറ്റി, അത്രത്തോളം പറ്റി. അത് തെറ്റൊന്നുമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കാണിയില്ല. അങ്ങനെ നിങ്ങൾക്ക് വ്യത്യാസമാണ്. നേതാക്കളുടെ നിലപാടുകളിലെ വ്യത്യാസത്തെക്കുറിച്ചൊക്കെയാണ് ലാൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്യാം.
ഞാൻ എൻ ശ്രീകുമാറിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ ഫെഫ്ക പ്രതിനിധി, ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള സതീഷ് കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ സിനിമയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ എന്നിടത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനൊരു ഹേമ കമ്മിറ്റി വന്നു. WCC അതിന് മുഖ്യമന്ത്രിയെ കണ്ട് 2017 ഒരു നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം സർക്കാർ ഗൗരവത്തിൽ പരിഗണിക്കുന്നു. ഉടൻ തന്നെ ഒരു കമ്മിറ്റി മുന്നോട്ട് വരുന്നു. ആ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ 2024 അത് പുറത്തു വരാം എന്ന് നിയമപരമായി വിധി വന്ന ഒരു ഘട്ടത്തിൽ അത് വന്നു. അതേ തുടർന്ന് ചർച്ചകൾ. അവിടെ നിന്ന് ആ റിപ്പോർട്ടിന് പുറത്തുള്ള കുറേ വെളിപ്പെടുത്തലുകൾ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘവും ഉടൻ തന്നെ വന്നത്. അവിടെ നിന്ന് ഒട്ടേറെ കേസുകളും വന്നു. പക്ഷേ ഇതിനിടയിൽ നേരെ ഒരു ട്വിസ്റ്റ് കണ്ടത് സതീഷ് നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സംഘടനയിലെ പുരുഷ നേതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ആഷിഖ് അബു നിങ്ങളുടെ സംഘടനയിലെ അംഗം തന്നെയാണ്, മറുഭാഗത്ത് ഫെഫ്കയോട് വിയോജിച്ച് പുറത്തു നിൽക്കുന്ന സംവിധായകൻ വിനയൻ, നിങ്ങളുടെ സംഘടന അതല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ഇരുവരും വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കും. ഫെഫ്കയോ നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരും തമ്മിലുള്ള ഒരു പോരും ഇതിനിടയിൽ തന്നെ രൂപപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇപ്പോൾ ആഷിഖ് അബു ഒക്കെ പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ്റെ നിശബ്ദത സംഘടനയുടെ നിശബ്ദതയായി കാണരുത് എന്ന നിലയിലൊക്കെയാണ്. നിങ്ങളുടെ ഈ സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കൊണ്ട് കെട്ടി പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ് ആഷിഖ് അബു പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് മറ്റൊരു തരത്തിൽ വിനയനും പറഞ്ഞിട്ടുള്ളത്, സംവിധായകൻ വിനയനും പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവിക്കുന്നത് ഫെഫ്കയുമായി ബന്ധപ്പെട്ട്? ആഷിഖ് അബു ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അംഗം തന്നെയാണ്. പക്ഷേ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അഭിപ്രായത്തിനപ്പുറം, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ആഷിഖ് അബു ഏതെങ്കിലും വേദിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? ഫെഫ്കയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ആഷിഖ് അബുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹം തുടക്കം മുതലേ ഫെഫ്കയുമായി അകന്നു നിൽക്കുന്ന ഫെഫ്കയുടെ ഒരു അംഗമാണ്. എല്ലാവരെയും, അത് യോജിക്കുന്നവരെ മാത്രമല്ലല്ലോ, വിയോജിക്കുന്നവരെയും ഒപ്പം കൂട്ടുക എന്നുള്ള ഒരു നിലപാടാണ് ഫെഫ്ക എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സമന്വയത്തിൻ്റേതായ രൂപമാണ് ഫെഫ്കയ്ക്ക്. ആ രീതിയിൽ ഫെഫ്ക ആഷിഖ് അബുവിനെയും അതിൻ്റെ സംഘടനയോട് ഒപ്പം ചേർക്കുമ്പോൾ ഈ ആഷിഖ് അബു ഏത് അവസരത്തിലാണ് ഇന്ന പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനയായ ഡയറക്ടേഴ്സ് യൂണിയനെയോ ഇല്ല ഫെഫ്ക നേതൃത്വത്തെയോ അറിയിച്ചിട്ടുള്ളത്? ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇനി ബി ഉണ്ണികൃഷ്ണൻ ഏകാധിപതിയായി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രസ്താവന. ഏത് രീതിയിലാണ് ഏകാധിപതിയായത്? ഏത് അവസരത്തിലാണ് ഏകാധിപതിയായി അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്? ഫെഫ്കയുടെ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണെന്ന് ശ്രീ ആഷിഖ് അബുവിന് അറിയത്തില്ല. അദ്ദേഹം ഫെഫ്കയുടെ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ നിയമാവലികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല. 21 സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ ഒരു കോൺഫെഡറേഷനാണ് ഫെഫ്ക. ഈ ഓരോ സംഘടനകളുടെയും സെക്രട്ടറി, പ്രസിഡൻറ്റ്, ആ സംഘടനകളിൽ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി. ഇത്തരത്തിൽ 21 സംഘടനകളുടെയും ഒരു സംഘടനയിൽ 3 പേര് വെച്ചുള്ള ഒരു അപ്പർ ബോഡിയാണ് ഫെഫ്ക. അവരുടെ ഒരു ഭരണ സംവിധാനമാണ് ഫെഫ്ക നിയന്ത്രിക്കുന്നത്. ഈ ഫെഫ്കയുടെ മൊത്തം യൂണിയനുകളുടെയും കാര്യങ്ങളിൽ, അവരുടെ തർക്കങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലായിരിക്കുമ്പോൾ തന്നെ ഫെഫ്കയുടെ പ്രവർത്തനങ്ങൾ ഒരല്പം കൂടെ സുതാര്യവും എല്ലാ ദിവസവും അത് നിരന്തരം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്. 7 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി 21 യൂണിയനുകളെയും എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ സതീഷ്, അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആഷിഖ് അബു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ആഷിഖ് അബു പറഞ്ഞത് എന്താണ്? സമൂഹത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും നിറവേറ്റാൻ ഒരു തൊഴിലാളി സംഘടനാ നേതൃത്വം തയ്യാറാവുന്നില്ല, മൗനം പാലിക്കുന്നു. മാധ്യമങ്ങളോടും നാട്ടുകാരോടും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് വന്ന ചില വാർത്തകളിലെ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന പ്രശ്നം, അതുപോലെ തന്നെ ഈ നേതൃത്വം തൊഴിൽ നിഷേധിക്കുന്ന നേതൃത്വമാണ് എന്നതുപോലെയുള്ള ഗൗരവമായ വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ നിങ്ങളുടെ തന്നെ അംഗമായിരിക്കുമ്പോൾ ആഷിഖ് അബു ഉന്നയിക്കുകയല്ലേ സംഘടനാ നേതൃത്വത്തിനെതിരെ? തീർച്ചയായിട്ടും ആഷിഖ് അബു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അപലപിക്കേണ്ട, ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട സംഘടനാ പ്രവർത്തന ശൈലിയാണ്. അദ്ദേഹം ഈ രീതിയിലല്ല സംഘടനയുടെ ഒരു യൂണിയൻ്റെ അംഗം എന്നുള്ള നിലയിൽ ആ സംഘടനയോട് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനോട് അറിയിക്കാമായിരുന്നു. ആ ലീഡർഷിപ്പിൽ അറിയിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന് അത് ചർച്ച ചെയ്യാമായിരുന്നു. പകരം ആഷിഖ് അബു ഇന്ന് ആരാണ്?
അദ്ദേഹം ഇന്നൊരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമയിലെ ജോലി ചെയ്ത സാധാരണക്കാർ, അതിൻ്റെ പ്രൊഡക്ഷൻ, അതേപോലെ അതിൻ്റെ ഡ്രൈവേഴ്സ്, അതിൻ്റെ ഈ മെസ്സ് നടക്കുന്നവർ, അവർക്കുൾപ്പെടെ 40 ലക്ഷത്തോളം രൂപ അദ്ദേഹം കൊടുക്കാനുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഫെഫ്കയിലുണ്ട്. ഫെഫ്ക അത് പ്രതിഫലമാണോ? അത് മനസ്സിലായില്ല പറഞ്ഞത്. ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം നടന്ന വർക്കിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട പ്രതിഫലമാണ്, അവരുടെ വേതനമാണ് 40 ലക്ഷത്തോളം രൂപ ഈ സാധാരണ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഫെഫ്ക ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഫെഫ്കയ്ക്കെതിരെ നിൽക്കും. അദ്ദേഹം ഫെഫ്കയ്ക്ക് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു പക്ഷേ നിലനിൽപ്പിൻ്റെ ഭാഗമായി തോന്നിയായിരിക്കാം. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഫെഫ്ക എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറയുന്നത് ഫെഫ്കയുടെ ഒരു മുഖമാണ്. ഫെഫ്കയുടെ എന്ത് കാര്യങ്ങളും ചാനലുകളുമായിട്ടായാലും പൊതുമാധ്യമങ്ങളിലും അതേപോലെ പൊതുജനങ്ങളോടും സർക്കാരിനോടും ഒക്കെ അവതരിപ്പിക്കേണ്ട ഫെഫ്കയുടെ ഒരു മുഖമാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ. പക്ഷേ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവിടെയാണ് പറഞ്ഞു വരുന്നത്. ഏറെ വിമർശനവും ആവശ്യത്തിലേറെ പണിയും മേടിച്ചു സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം. എന്തുമാവട്ടെ, പക്ഷേ അവർ വന്ന് സംസാരിച്ചു. അതുപോലെ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ആഷിഖ് അബു പറഞ്ഞതിരിക്കട്ടെ. പക്ഷേ അതിനും അപ്പുറം ഈ പറഞ്ഞ മാനങ്ങളുള്ളൊരു സംഘടനയുടെ നേതൃത്വം എന്തുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നില്ല എന്ന ആളുകൾ ചോദിച്ചാൽ അത് തെറ്റാണോ? സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. സർക്കാരിൻ്റെ എല്ലാ നയരൂപീകരണങ്ങളിലും ഫെഫ്ക സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ എല്ലാ യൂണിയനുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ? ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഫെഫ്കയുടെ 8,000-ഓളം വരുന്ന തൊഴിലാളികളിൽ ആകെ 10ഓളം പേരുടെ മാത്രമേ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ളൂ. ശരി, അവർ അതിനപ്പുറം കൂടുതലും കേട്ടിട്ടുള്ളത് ആർട്ടിസ്റ്റുകളുടെയും അതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫെഫ്കയുടെ തൊഴിലാളികളിൽ ആർക്കൊക്കെ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്, അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് 8,000 അംഗങ്ങളുണ്ടല്ലേ? 8,000 അംഗങ്ങളുള്ള ഈ തൊഴിലാളി യൂണിയൻ, ഈ പറഞ്ഞ 20-ൽ പരം 21 യൂണിയനുകൾ. അപ്പോൾ ആ യൂണിയനുകൾക്കകത്ത് ഇത് സംബന്ധിച്ച അഭിപ്രായ രൂപീകരണം നടക്കുന്നു എന്നാണോ? തീർച്ചയായിട്ടും അഭിപ്രായ രൂപീകരണം നടക്കുന്നു. ഫെഫ്ക അപ്പോൾ എന്നിട്ട് ഈ അഭിപ്രായം രൂപീകരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയും നേതൃത്വവും ഒരു നിലപാട് സ്വീകരിക്കുമോ? എന്നിട്ടത് ജനങ്ങളോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അടിയന്തരമായി ഫെഫ്ക ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഓൺലൈനിൽ ചേരുകയുണ്ടായി. അത് കഴിഞ്ഞ് 21 യൂണിയനുകളുടെയും ഒരു മീറ്റിംഗ്, ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അതിനുശേഷം ഈ എല്ലാ യൂണിയൻ്റെയും സെക്രട്ടറിമാർക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് ഇതുമായി നിങ്ങളുമായി അഫക്റ്റഡായ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതൊരു റിപ്പോർട്ടായിട്ട് ഫെഫ്കയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന 2, 3, 4 തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഈ 21 യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഓരോ യൂണിയനുകളും അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അറിഞ്ഞ് അതിൻ്റെ തീരുമാനങ്ങൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് ഇത് അറിഞ്ഞിട്ട് വേണ്ടേ ഫെഫ്കയിലെ ജനറൽ സെക്രട്ടറി അത് അവതരിപ്പിക്കും. ആയിക്കോട്ടെ. കാരണം ഇതിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു പോര് ഫെഫ്കയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതുകൊണ്ട് കൂടിയാണ്. അത് ഇന്നലെയും ഇന്നും ഒക്കെയായി വാർത്തകളിൽ മറ്റൊരു തരത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്, ഇടം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫെഫ്കയ്ക്കകത്തെ പോര് എന്നുള്ളതാണ്. ഫെഫ്കയ്ക്കകത്ത് എന്നതിനപ്പുറമാണോ ഫെഫ്ക നേതൃത്വവും ഈ പറഞ്ഞതുപോലെ ഫെഫ്കയോട് വിയോജിപ്പുള്ള ആഷിഖ് അബു നിരന്തരം ഫെഫ്ക നേതൃത്വത്തിനെതിരെ പറയുന്നത് കൊണ്ടുകൂടിയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടി ഒരു സ്പേസ് അദ്ദേഹം പറഞ്ഞതുകൂടി ചേർത്ത് ഞാൻ വരാം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ ലാൽകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ തുടർച്ചയെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, മുമ്പും പറഞ്ഞതാണ്, ഈ ചർച്ചയുടെ ഭാഗമായി വന്നതാണ്, അധികാരസ്ഥാനം എന്ന് പറയുമ്പോൾ മന്ത്രിമാർ രാജിവെച്ചു. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു, MLA ആയി തുടർന്നു. PJ ജോസഫ് ആരോപണ വിധേയനായപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചു, MLA ആയി തുടർന്നു. അതുപോലെ തന്നെ ശശീന്ദ്രൻ മന്ത്രി, ഇപ്പോഴും മന്ത്രിയാണ്. മുൻപ് അദ്ദേഹം ആരോപണ വിധേയനായപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചു, MLA ആയി തുടർന്നു. അങ്ങനെ MLA-മാരായി തുടരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിൽക്കും. ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ തലത്തിൽ നോക്കിയ MJ അക്ബർ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ മീറ്റു ആരോപണമൊക്കെ വന്നൊരു ഘട്ടത്തിൽ എന്താണ്, അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ അദ്ദേഹം രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമാണ്. എന്നിട്ടും ആ പദവി ഒഴിയാതെ ആ അംഗമായി തുടർന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഗുജറാത്ത് വംശഹത്യയെ തുടർന്നുള്ളൊരു കാലത്ത് ഷഹ്റാബുദ്ദീൻ കേസിലാണ്. അന്ന് ജയിലിലടക്കം പോയിട്ടും അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ രാജ്യത്താകെയുണ്ട്. താങ്കൾ അതിനോട് ഏറെക്കുറെ യോജിക്കുന്നയാളാണ്, മുമ്പ് പറഞ്ഞതുമാണ്. ഇപ്പോൾ നമുക്കറിയാം സിഖ് കൂട്ടക്കൊലയിൽ ഈ പറഞ്ഞ പോലെ ജഗദീഷ് ടൈറ്റ്ലറും HKL ഭാഗത്തും ഒക്കെ ഏത് കാലം വരെ അവർ ജനപ്രതിനിധികളായി തുടർന്നു.
പക്ഷേ അതേസമയം അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ അവർക്ക് ആ നിലയിൽ അധികാരത്തിലിരുന്നു കൊണ്ട് അന്വേഷണം സ്വതന്ത്രമായി നടക്കുന്നത് സാധ്യമാകാത്തതാണ് എന്നൊരു പൊതുബോധമുണ്ട്. ഇതിനെ ഈ നിലയിൽ വേർതിരിച്ച് കാണേണ്ടതുണ്ട് എന്ന് കരുതുന്നയാളാണ് താങ്കളെന്ന് വിചാരിക്കുന്നത്. നേരത്തെ അതിൻ്റെ ഒരു സൂചനയിൽ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം വരുമ്പോൾ ഇപ്പോൾ മുകേഷ് അടക്കമുള്ള പ്രതികൾ താരങ്ങളാണ്. അവർക്കെതിരെ എല്ലാം FIR ഇട്ട് ഒരു അന്വേഷണ സംഘം ശക്തമായി മുന്നോട്ട് പോകുന്നു. നേരത്തെ നമ്മൾ ദിലീപിൻ്റെ കേസിൽ അത് കണ്ടു, ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ കാണുന്നു, മുകേഷിൻ്റെ കാര്യത്തിൽ കാണുന്നു. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുമ്പോൾ തന്നെയാണ് മുകേഷിന് ഒരു 5 ദിവസത്തേക്ക് കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഇടപെടൽ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെതായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും. അത് കോടതി പ്രാഥമികമായി പരിശോധിക്കുന്നുണ്ടാണല്ലോ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അപ്പോഴും മുഖവിലക്കെടുക്കേണ്ടത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാടല്ലേ ശ്രീകുമാർ? അതായത് എത്ര ഉന്നതനായാലും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും, പരാതികളുണ്ടെങ്കിൽ ഉചിതമായ നടപടി ഉണ്ടാകും എന്നു പറഞ്ഞതിലേക്ക് തന്നെ ഓരോ ചുവടും മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തമല്ലേ? അതിപ്പോൾ മുകേഷ് ആകട്ടെ, ദിലീപ് ആകട്ടെ, സിദ്ദിഖ് ആവട്ടെ, ആരുമാവട്ടെ. നോക്കൂ ശരത്തെ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ആരും അതീതരല്ല. അത് സ്ഥിരമുള്ള പല്ലവിയാണ്. അത് പറയാത്ത ആരും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഭരിച്ചിട്ടില്ല. ഞാനതിൽ ഒരു വിലയും ഞാൻ അതിൽ കാണുന്നില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കേട്ടു, മുഖ്യമന്ത്രി വ്യക്തവും ശക്തവുമായി പറഞ്ഞിട്ടുണ്ട്. എന്ത് വ്യക്തവും ശക്തവും? മുഖ്യമന്ത്രി പറഞ്ഞൊരു സാധാരണ പരിപാടിയാണ്, ആരും രക്ഷപ്പെടില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതങ്ങനെ പോകുന്നൊക്കെ പറയും. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനമുണ്ട്. ആ സമീപനം സ്ത്രീ വിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അവർക്കതിന് കാരണങ്ങളുണ്ട്. എന്നെ പോലുള്ള പത്രപ്രവർത്തകർക്ക് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞാൽ, ഹൈദരാബാദിൽ നടന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ CPM ഹൈദരാബാദിൽ നടത്തിയ പാർട്ടി കോൺഗ്രസിലാണ് ആദ്യമായിട്ട് സ്ത്രീ സുരക്ഷ മുഖ്യ ഘടകമായി കണ്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനമെടുത്തത്. അതിനുശേഷം 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പാർട്ടിക്കുള്ളിൽ നടന്ന പീഡനം എത്രയാണ്, അച്ചടക്ക നടപടി എടുത്തത് എത്രയാണ്? ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് പറയുന്നത്. കോൺഗ്രസ് മാത്രമല്ലല്ലോ, പ്രതിപക്ഷത്തെ നേരത്തെ ശ്രീ ലാൽകുമാർ ചോദിച്ചു ഉമ്മൻചാണ്ടിയുടെ കാര്യം. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ഒരു ഘടകകക്ഷിയും പറഞ്ഞിട്ടില്ല. ഇവിടെ CPI ഇരുന്ന നേതാക്കളാണ് പറയുന്നത് രാജിവെക്കാൻ. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. ആ പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന RSP പിന്നീട് തിരിച്ച് UDFിലൊക്കെ വന്ന ചരിത്രമാണ് NK പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി മരിച്ച ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞ ഒരേ ഒരു വാചകം മാത്രം ഞാൻ അവിടെ പറയാം. ശോഭയോടെ ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ശോഭയോടെ ഭരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ശോഭ എങ്ങനെയാണ് വരുന്നത്? അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ ശരത്ത് ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ശരത്തെ. കാരണം ഈ ഗവൺമെൻറ്റിനോടാണ് ചലച്ചിത്ര ലോകത്തുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പെഫ്കയുടെ സുഹൃത്ത് സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനുള്ളിലത്തെ പ്രശ്നങ്ങൾ ശരത്ത് തന്നെ ചിരിച്ച് ചോദിക്കുകയും ചെയ്തു. ഇടതുപക്ഷ അനുകൂലികളാണ് ഈ കൂടുതലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് ആഷിഖ് ആണെങ്കിൽ ശരി, മറ്റേ B ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ശരി, ആരായാലും ശരി, CPMലെ ഒരു വിഭാഗത്തോടെ മറുവിഭാഗത്തെ ചലച്ചിത്ര പ്രവർത്തകർക്കുള്ള രോഷം ഇവിടെ പ്രകടമാകുന്നുണ്ട് ശരത്തെ. നമ്മൾ സിനിമയിലേക്ക് കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പോകാം. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കെ ഒരു ഘട്ടത്തിൽ അന്നത്തെ ചെയർമാൻ പറഞ്ഞത് ഇടതുപക്ഷ അനുകൂലികളെ അക്കാദമിയിലേക്ക് കൂടുതൽ നിയമിക്കണമെന്നല്ലേ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഇടതുപക്ഷത്തുള്ളവർക്കിടയിലെ ഭിന്നതയാണ് ഈ വിഷയം ഇപ്പോൾ കൂടുതൽ ജ്വലിച്ചു നിൽക്കാൻ കാരണം. കഥാകൃത്ത് T പത്മനാഭൻ പറഞ്ഞത് എന്താണ്? അത് കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്തതാണോ? അല്ലല്ലോ. ആനി രാജ പറഞ്ഞതാണെങ്കിലും പ്രകാശ് ബാബു പറഞ്ഞതാണെങ്കിലും അതുപോലെ തന്നെ ഇടതുപക്ഷത്തുള്ള സിനിമാ പ്രവർത്തകർ പറഞ്ഞതാണെങ്കിലും ശരി, ഇടതുപക്ഷത്തുള്ള CPMൻ്റെ പ്രവർത്തകയായ സിനിമാ താരം ഗായത്രി വർഷ പറഞ്ഞതാണെങ്കിലും ശരി, അതൊക്കെ ഇടതുപക്ഷത്തിനുള്ളിലത്തെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് അങ്ങനെയല്ലെന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് വ്യക്തിപരം ഒരാൾക്ക് ഇപ്പം ഞാൻ തെറ്റുകാരനല്ലെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ രാജിവെക്കണ്ട. ഞാൻ തെറ്റുകാരനല്ലെന്നും സത്യം തെളിവെന്നും പറഞ്ഞ ഒരാളാണ് ഉമ്മൻചാണ്ടി. അത് മനസ്സിലാക്കൂ. ഞാൻ തെറ്റുകാരനല്ല, സത്യം ബോധ്യപ്പെടുമെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി. സത്യം ബോധ്യപ്പെട്ടില്ലേ? അത് സതീഷ് ചെറിയാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തിട്ട് എന്തായി എന്നല്ലേ. അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺഗ്രസ് ബോധ്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, അന്ന് പ്രതിപക്ഷം അന്ന് പൊളിറ്റിക്കലി ഡിമാൻഡ് ഉണ്ടായി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നിരിക്കട്ടെ, കോൺഗ്രസിനകത്തും UDFിനകത്തും തന്നെ സാധ്യമാകുമെങ്കിൽ അതിന് പകരം ആര് വരാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചവരും ആഗ്രഹിച്ചവരും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് തന്നെ വാദത്തിന് മുഖവിലേക്കെടുത്താൽ അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്ന
കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊരു പ്രശ്നം കൂടിയില്ല. ഇപ്പോൾ താങ്കളൊക്കെ പറയുന്നത് പോലെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടു, ക്ലീൻ ചിറ്റ് കിട്ടിയെങ്കിൽ അദ്ദേഹം വന്ന് രാജിവെച്ച് അദ്ദേഹം MLA സ്ഥാനവും രാജിവെച്ചിരുന്നെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ, എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അതിൻ്റെ നിയമപരമായ പരിശോധനകൾക്ക് കാത്തു നിൽക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രധാന വാദം ശക്തമായി നിൽക്കുന്നുണ്ട്. ലാൽകുമാർ അത് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, ഇടതുപക്ഷത്ത് തന്നെ ഒരു ഭിന്ന നിലപാട് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ ശക്തമായി ഉന്നയിക്കാൻ കഴിയും വിധം സിനിമയ്ക്കകത്ത് തന്നെ ചില ഉദാഹരണങ്ങൾ വെച്ചിട്ടുണ്ട്. ആഷിഖ് കപൂറിനെയും ബി ഉണ്ണികൃഷ്ണനെയൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ അത് പലയിടങ്ങളിൽ കാണുകയും ചെയ്യാം. അങ്ങനൊരു പ്രശ്നം മുകേഷിൻ്റെ കാര്യത്തിലുണ്ടോ? ഇപ്പോൾ ഈ സർക്കാർ തന്നെ ഗുരുതരമായ നിലയിലെന്ന് പ്രതിപക്ഷം ധരിച്ചു കൊണ്ടുവന്ന ഒട്ടേറെ കാര്യങ്ങൾ അത് കള്ളപ്പരാതികളായിരുന്നു, അഴിമതി ആരോപണങ്ങളൊന്നും ക്ലച്ച് പിടിക്കാതെ പോയി. പക്ഷേ മുകേഷിൻ്റെ ഈ കേസിൽ അങ്ങനെ ഒരു അവസ്ഥ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിലും ഭിന്നതയുണ്ട് എന്ന് പറയാൻ പാകത്തിന് ആ വിധം കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? അത്തരമൊരു പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാൽ? അത് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു ശ്രദ്ധേയമായ വാചകമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അതിനൊന്നും ഒരു വിലയും അദ്ദേഹം കാണുന്നില്ല എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. എന്താണ് താങ്കളുടെ വാദം? അല്ല, ഇപ്പം അദ്ദേഹം വില കൊടുക്കുന്നില്ലാത്തതിന് ഞാൻ അദ്ദേഹം വില കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു വാദം എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ സംസ്ഥാനത്തിലെ ജനങ്ങൾ വിലക്കെടുക്കുന്നുണ്ട്, മുഖവിലക്കെടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് നടത്തിയിട്ടുള്ളതിന് അദ്ദേഹത്തിന് വീണ്ടും വോട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരിൽ ഒരാൾ പിണറായി വിജയനാണ്. നമ്മുടെ സണ്ണിക്കുട്ടി എബ്രഹാം ഒരു പുസ്തകം എഴുതി, അതിനകത്ത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ, ശ്രീമാറിയേട്ടൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുത്തീന ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ പോലെ എന്ത് നല്ല തിളങ്ങുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഈ തിളങ്ങുന്ന മനുഷ്യനെ കുത്തിയത് നിങ്ങളാന്നേ, ഞങ്ങളല്ല. ഉമ്മൻചാണ്ടിയെ വിടരുത് എന്ന് പറഞ്ഞ ആരാ? നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാ? അല്ല, ഞങ്ങളാ. ഇപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കും. ഞാൻ അതിനെ എതിർപ്പായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് 4 നാക്കാം. അപ്പം എന്തിനാ ഇത് ഇങ്ങോട്ട് നമ്മുടെ തലയിലോട്ട് വരുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലാത്ത കാര്യമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യത്തിൽ ഇവരുടെ എന്തായിരുന്നു നിലപാട്? ഇവരെന്താ ഉമ്മൻചാണ്ടിയോട് ചെയ്തേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ കോൺഗ്രസ്സുകാരെടുത്ത പണിയുടെ 4-1 പണി CPM എടുത്തിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പം ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. മുകേഷ് കൊല്ലത്ത് നിൽക്കുന്ന ഒരു MLA ആണ്, പാർട്ടിയുടെ ഇതിൽ ചിഹ്നത്തിൽ നിന്ന് ജയിച്ചേക്കുന്ന ഒരാളാണ്. അത് അവർ പൊളിറ്റിക്സ് ആക്കി. ഇപ്പം ആഷിഖ് കപൂർ പറയുന്ന കാര്യങ്ങളും ആഷിഖ് കപൂറിൻ്റെ ലെഫ്റ്റും മുകേഷിനെയും കൊണ്ടൊന്നും അവിടെ മുട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളൊന്ന് ഇവർ നോക്കൂ, ഇവർ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല. അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ദിലീപ് എന്ന് പറയുന്ന ആൾ ഇപ്പം ഒരു കേസിലെ പ്രതിയാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായി ഒരു സ്ത്രീയോട് ഇടപെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കേസിലാണ് നിൽക്കുന്നത്, ആണല്ലോ. ആ കേസിൽ ദിലീപിനെ പോയി കണ്ട് കരഞ്ഞ് ജയിലിന് പുറത്ത് നിന്ന് ദിലീപേട്ടാന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആളായിരുന്നു ഇവരുടെ ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി. ഇവർക്ക് നാണം ഉണ്ടായിരുന്നോ സീറ്റ് കൊടുക്കാൻ? നാണം ഇല്ലെന്ന് പറയട്ടെ. ധർമ്മജൻ ദിലീപിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ കൂട്ടത്തിലുള്ളതല്ലേ? ആ പൊട്ടിക്കരഞ്ഞ ശരിയാണെന്ന് ഒന്ന് ചോദിരുത്, ശ്രീമാറേട്ടനൊന്ന് ചോദിര്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കണക്കാ ശ്രീമാറേട്ടാ. ഞാൻ ഈ പറയുന്ന ഭാഷയ്ക്കകത്ത് രൂക്ഷതയുണ്ട്, എനിക്കറിയാം. അത് നിങ്ങൾ കണക്കായതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ചുമ്മാ എല്ലാവരും വന്നിരുന്ന് ന്യായീകരണോ? അയ്യോ ഉമ്മൻചാണ്ടി, അയ്യോ ഇത് സ്ത്രീ അനുകൂലമായ നിലപാട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ത്രീ പീഡനം അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവരുടെ സമയത്ത് അന്വേഷണമെങ്കിൽ ഒരു കുന്തോ ഈ നാട്ടിൽ നടക്കത്തില്ല. ഇവരത് ഉറപ്പായിട്ട് മുക്കിയേനി. കാര്യം അങ്ങനെ ഇവർക്ക് പറഞ്ഞോലെ മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഈ പരാതി പറഞ്ഞ ആൾക്കാർ, ഇപ്പോൾ ഒരു വീഡിയോ ശരത്തേട്ടൻ തന്നെ കാണിച്ചോ? അതിനകത്ത് അവർക്ക് വിശ്വാസം ഉണ്ടെന്നാണോ പറഞ്ഞത്, വിശ്വാസം ഇല്ലെന്നാണോ പറഞ്ഞത്? പരാതി കൊടുത്ത ആളുടെ വിശ്വാസം മതി, അല്ല കോൺഗ്രസ്സുകാരുടെ വിശ്വാസം വേണ്ട. എന്തിനാ കോൺഗ്രസ്സുകാരുടെ വിശ്വാസം? ഈ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരെ മൊത്തം വിശ്വസിച്ചിട്ട് ഒരാൾക്ക് ഒരു FIR എടുത്ത് കേസ് അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? അല്ല, ഈ പറഞ്ഞ വീക്ഷണത്തിന്റെ മുൻ എഡിറ്റർ ശ്രീമാറിയേട്ടനെ ഈ FIRന്റെ കണ്ടന്റ് ബോധ്യപ്പെടുത്തിയിട്ടാണോ ഇവിടുത്തെ അന്വേഷണം നടക്കുന്നത്? അല്ല, നിങ്ങൾ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ആ സ്ത്രീക്ക് ഉണ്ടോ? അവർ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ആ പരാതിക്കാരിക്ക് ബോധ്യപ്പെട്ടു,
പക്ഷേ വീക്ഷണത്തിന്റെ ശ്രീകുമാറിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്താ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. ശ്രീകുമാരേട്ടനോടുള്ള എല്ലാ സ്നേഹവും നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്, പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ഒരു കാരണവശാലും അദ്ദേഹം ഡൈല്യൂട്ടഡ് സ്റ്റാൻഡ് എടുക്കുന്ന ആളല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കുന്നത് ഇരട്ടത്തപ്പാണ്. നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഞാൻ വരാം. നമുക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സതീഷിനുള്ള ഒരൊറ്റ കാര്യം വളരെ ചുരുക്കത്തിൽ, ഇപ്പോൾ അദ്ദേഹവും ശ്രീകുമാർ സാറും ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെഫ്കയ്ക്ക് അകത്തുപോലും ഭിന്നത എന്ന നിലയിൽ, നിങ്ങളുടെ സംഘടനയിൽ ആ നിലയിലൊരു ഭിന്നത ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നേതൃത്വം പറയുന്നതല്ല അതിലെ അംഗങ്ങളുടെ ആകെ ഒരു പൊതുവികാരം എന്നാണ് ആഷിഖ് അബു വളരെ ആവർത്തിച്ച് ശക്തമായി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടിയത്. സംഘടനയുടെ സ്ഥിതി അതാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം പറഞ്ഞതിന് ഒരു കാര്യം കൂടെ പറയാം. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ രണ്ടു പേരുടെ വിഭിന്നമായ അഭിപ്രായങ്ങളെന്നാണ്. ഇവിടെ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ വിഭിന്ന അഭിപ്രായങ്ങളല്ല ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്. നല്ല രീതിയിൽ ആർജവത്തോടെ നടന്നു പോകുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിനെ ഏത് രീതിയിൽ തകർക്കാം, അതിനെ ഇല്ലാതാക്കാം, ആ രീതിയിൽ ആ തൊഴിലാളികളുടെ ന്യായമായി ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വേതന വ്യവസ്ഥകൾ വരെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നടത്തുന്ന കുറച്ച് ആൾക്കാരുടെ ചട്ടുകമായി ശ്രീ ആഷിഖ് അബു മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി ഫെഫ്കയ്ക്കകത്ത് എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ, ഫെഫ്ക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എല്ലാ യൂണിയനുകളുടെയും 3 അംഗങ്ങൾ വീതമുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു ഫെഫ്കയുടെ ഇത്രയും 21 യൂണിയനുകളുടെ ഒരു കോൺഫെഡറേഷനാണ്. അതിനപ്പുറം എല്ലാ യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ വരുന്ന 2, 3, 4 തീയതികളിൽ എറണാകുളത്ത് കൂടുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസം ഈ ഫെഫ്കയ്ക്കകത്തുള്ള ഈ പ്രവർത്തക സമിതി, ഫെഫ്ക ജനറൽ കൗൺസിലിനകത്ത് ഉള്ള അംഗങ്ങൾക്കല്ലാതെ ഏതെങ്കിലും ഫെഫ്കയുടെ ഒരു അംഗത്തിനെങ്കിലും ഉണ്ടെങ്കിൽ ആ വേദിയിൽ ഉന്നയിക്കാം. ഓക്കെ, ശരി. ശ്രീകുമാർ, നേരത്തെ ഈ ചർച്ചയിൽ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ താങ്കൾ അതിനേക്കാൾ ഗൗരവം താങ്കൾ കൊടുത്തത് ഈ സർക്കാർ ഇതുമായി എടുത്ത നടപടികളെക്കുറിച്ച് സംസാരിച്ച കാര്യത്തിൽ വല്ലാതെ വൈകിപ്പോയി എന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിലൊക്കെയാണ്. പക്ഷേ ഇതിനാകെ തുടക്കം കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്ന നിലയിൽ മികവോടെ നിൽക്കുന്ന വനിതാ കൂട്ടായ്മ WCC, പാർവതി തിരുവോത്തിനെ പോലെയുള്ള നടിമാർ, ഇവരെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളിലൊക്കെയും സർക്കാരിൻ്റെ നടപടിയെ, ഇച്ഛാശക്തിയെ ഒരു വലിയ മാറ്റത്തിന് എടുക്കുന്ന കാലതാമസമായി തന്നെ സ്വാഭാവികമായും അതിനെ കാണുകയും അതിൻ്റെ രഹസ്യ സ്വഭാവം, മൊഴികളുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതിനെ സർക്കാർ പാലിച്ചതും ഒക്കെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. സ്വാഭാവികമായും കാലതാമസം എടുക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ നടപടികളെ പിന്തുണച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു സർക്കാർ തയ്യാറായതുകൊണ്ടാണ് ഒരു കമ്മിറ്റി തന്നെ വന്നതും ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ മാറിയതും. മാത്രമല്ല മറ്റ് ചലച്ചിത്ര രംഗത്തുമൊക്കെ തമിഴിൽ നിന്ന് വിശാലൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ബംഗാളിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇത്തരം കമ്മിറ്റി ഉണ്ടാകണം എന്ന് പറയുന്ന നിലയിലേക്കുള്ളൊരു മാറ്റത്തിന്, അവിടെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് രാജ്യത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ മാറ്റത്തിന് തുടക്കം കുറിച്ച സിനിമ മലയാള സിനിമയാണ്. അതിന് ഒരു ശക്തമായ നിലപാടെടുത്തതൊരു സർക്കാരല്ലേ? അവിടെയല്ലേ നേരത്തെ ലാലു പറഞ്ഞ മുഖ്യമന്ത്രിയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത എന്ന് പറയുന്നതിന് ഒരു ഗൗരവമുള്ളത്, ഒരു കാര്യം അതിലില്ലേ ശ്രീകുമാർ? നോക്കൂ ശരത്തെ, ഞാൻ ഒറ്റ ഒരിക്കൽ വെട്ടൊന്ന് മുറിരണ്ട് എന്ന രീതിയിൽ ഉത്തരം പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് 4-5 വർഷമായി. അത് പുറത്തു വന്നത് UPA കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഗവൺമെൻറ് പാസ്സാക്കിയ വിവരാവകാശ നിയമം ഉള്ളതുകൊണ്ടാണ്. വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ റിപ്പോർട്ട് റിപ്പോർട്ട് പത്രങ്ങൾ കൊടുത്തത് തന്നെ എന്തിനാ പേജ് വെട്ടിക്കളഞ്ഞത്? അല്ലെങ്കിൽ അന്നേ വന്നേനല്ലോ. 2019 UDFന്റെ കാലത്ത് വന്ന വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ശ്രീ വിൻസെന്റ് പോളാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് കൊടുക്കരുത്. ജസ്റ്റിസ് ഹേമ എന്താണെന്ന് സാംസ്കാരിക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എഴുതിയത്, ഇത് ഗൗരവമായ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ആ കരുതലോടെ മാത്രമേ ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാവൂ, ആ മൊഴികൾ പുറത്തു പോകരുത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എത്രയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് രേഖകൾ സഹിതം. സർ പൂർത്തിയാക്കും. 24-ലാണ് വിവരാവകാശ കമ്മീഷൻ മാറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ പുതിയ ഓവർ റൂൾ ചെയ്തത്, അല്ലെങ്കിൽ പുതിയ ഉത്തരവ് വന്നത്. അല്ല, വിവരാവകാശ കമ്മീഷൻ ആരാണ്, വിൻസെന്റ് പോളാണെങ്കിലും അബ്ദുൽ ഹക്കീം ആരാണെങ്കിലും ശരി, വിവരാവകാശ കമ്മീഷനാണ് ഈ റിപ്പോർട്ട് പത്രങ്ങൾക്ക് കൊടുത്തത്. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് തന്നെ അതിൽ കുറേ പേജ് എന്തിന് വെട്ടിമാറ്റി എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് വിശ്വാസ്യതയെക്കുറിച്ച് ശരത്ത് ഇവിടെ പറയുന്നത്. കാരണം ഞാനൊരു ഫാക്ട് മാത്രമാണ് പറയുന്നത്. വിവരാവകാശ കമ്മീഷൻ 2024 ഓവർ റൂൾ ചെയ്ത് ഉത്തരവിടുന്നു. എന്തായിരുന്നു ആ ഉത്തരവ്? ആ ഉത്തരവിൽ ഇതിലെ സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ കമ്മീഷൻ തന്നെ മാറ്റിയിട്ടുണ്ട്. അതും പോരാഞ്ഞ് ഈ
ചുമതല കമ്മീഷൻ ഉത്തരവിലൂടെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തുന്നു. നിങ്ങളിത് പരിശോധിക്കണം, നിങ്ങൾക്കും അങ്ങനെ മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാറ്റാം. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിച്ചു, അവർ മാറ്റം വരുത്തി. അതിൽ തർക്കമുണ്ടെങ്കിൽ പോകേണ്ടത് വിവരാവകാശ കമ്മീഷനാണ്. ചീഫ് സെക്രട്ടറിയോ സംസ്ഥാന മന്ത്രിസഭയോ അല്ല ആ ഉദ്യോഗസ്ഥനോ ആ നിർദ്ദേശം നൽകിയത്. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിലൂടെ. നമ്മൾ അത്തരം ഫാക്ട്സിനെ ഇഗ്നോർ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ശ്രീകുമാർ സർ പൂർത്തിയാക്കും. അല്ലല്ല, വിവരാവകാശ കമ്മീഷൻ്റെ ആയിക്കോട്ടെ, നമ്മൾ വിവരാവകാശ കമ്മീഷൻ പുറത്തു കൊണ്ടുവന്നു. ഗവൺമെൻറ് ഇപ്പോഴും അതിലത്തെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതോടെ പിടിച്ചു വെച്ചു. അത് കമ്മീഷൻ പറഞ്ഞിട്ടാണ്. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമായിരുന്നു. ഇത് അസാധാരണമായൊരു ഞാൻ പറയട്ടെ, അത് വിവരാവകാശ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് കൂടി വായിച്ച് ബോധ്യപ്പെടുന്ന ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. വിവരാവകാശത്തിൻ്റെ രീതി എന്താണ്? അത് പാലിക്കാതെ സ്വകാര്യത മാനിക്കുന്ന ഭാഗങ്ങൾ അല്ലാത്തത് പുറത്തു വന്നാൽ ആ ഉദ്യോഗസ്ഥ വേണ്ട വിധം അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ വേണ്ട വിധം പ്രവർത്തിച്ചില്ലെങ്കിൽ വിവരാവകാശ പ്രകാരം അവർക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കരുതോ? ചീഫ് സെക്രട്ടറിക്കോ സംസ്ഥാന മന്ത്രിസഭയ്ക്കോ അല്ല, കമ്മീഷൻ നടപടിയെടുക്കാം. ആ ഉത്തരവിൻ്റെ വാല്യൂ അത്ര വലുതാണ് ആ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. UPA സർക്കാർ കൊണ്ടുവന്ന നിയമം തന്നെയാണ്, സംശയമൊന്നുമില്ല. അന്നത്തെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അല്ല ശരത്തെ, അത് അല്ലല്ല, ഞാൻ പറയട്ടെ, അല്ലല്ല, ആ റിപ്പോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുള്ളതൊക്കെ ചോദ്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ തർക്കിച്ച സമയങ്ങളുണ്ടാവും. അതായത് ഇത് ഗവൺമെൻറ്റിനെ ഏത് ചലച്ചിത്ര പ്രവർത്തകൻ പിന്തുണച്ചാലും അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്തുണയ്ക്കേണ്ട. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ചലച്ചിത്ര ലോകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ, അത് ഒന്ന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകാം. അത് കൂടാതെ ഇത്രയും കാലം ഈ ഗവൺമെൻറ്, അതായത് CPMൻ്റെ ഒരു രാഷ്ട്രീയ നയം ഉണ്ടായിരുന്നു. എന്ത്? ചലച്ചിത്ര പ്രവർത്തകരെ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കുക എന്നുള്ളത്. അതവർ ഭംഗിയായി ഉപയോഗിച്ചു. അങ്ങനെ ഭംഗിയായി ഉപയോഗിക്കുമ്പോൾ ആ ചലച്ചിത്ര പ്രവർത്തകരുടെ തീരുമാനങ്ങൾക്ക് ഗവൺമെൻറ് വിധേയമാകേണ്ടി വന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. ചലച്ചിത്ര പ്രവർത്തകർ ഗവൺമെന്റിനെ ചലച്ചിത്ര നയം രൂപപ്പെടുത്തുന്നത് നിയന്ത്രിക്കുന്ന അവസ്ഥ വന്നു. പി ഗോവിന്ദപിള്ള, നമുക്ക് ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ എൻ ശ്രീകുമാർ. നമുക്ക് ഏതായാലും ഈ ചർച്ചയിലേക്ക് ഇനിയും വരേണ്ടതായി വരും. അതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ അല്ല, 58 ആയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഇത് താങ്കൾക്ക് എപ്പോഴോ പറയാമായിരുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കാം. വേഗത്തിൽ ഒരു വാചകത്തിൽ പ്ലീസ്. അല്ലല്ല, ഞാൻ ഇത് ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ പറയണ്ട, വെറുതെ വലിച്ചു അഭിപ്രായം പറയുന്ന ആളല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല പറയുന്നത്. അതായത് പി ഗോവിന്ദപിള്ള എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഇരുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ നയം CPMൻ്റെയും അന്നത്തെ ഗവൺമെന്റിന്റെ നയമായിരുന്നു. ഇന്നതല്ല. ഇന്ന് CPMൻ്റെയോ ഗവൺമെന്റിന്റെയോ നയമായിരുന്നില്ല നടപ്പാക്കിയത്. അതിന്റെ ദുരന്ത ഫലമാണ് ഷാജിൻ കരുണല്ലേ അതിനെ നയിക്കുന്നത്. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാനത്തെ നയിക്കുന്ന ആളല്ലേ. ലാൽകുമാർ, നമ്മുടെ സമയം തീരുന്നുണ്ട്. ഒറ്റ മിനിറ്റിൽ താങ്കളുടെ പോയിന്റ് ലാസ്റ്റ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ശ്രീകുമാറിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നിയത് ശ്രീകുമാറിയേട്ടൻ പറയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണ്. കാര്യം എപ്പുറത്ത് നിൽക്കുന്നവരെ എതിർക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നെ കേൾക്കുന്ന ജനങ്ങൾ ശ്രീകുമാറിയേട്ടൻ്റെ കാര്യം പോട്ടെ, ശ്രീകുമാറിയേട്ടന് ഒരവസരം കിട്ടുമ്പം ഈ പറയുന്ന 9 മണിക്ക് വന്നിരുന്ന് പറയുന്ന അല്ലെങ്കിൽ 8 മണിക്ക് വന്നിരുന്നൊരു പറയുന്ന ആളാണ്. മറ്റ് മാധ്യമങ്ങളെയാണ് ഇവിടെ സൂക്ഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം TRP റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടക്കുന്നുണ്ട്, മസാല കഥകൾ ഒരുപാട് വരും. വരാൻ പോകുന്ന കഥകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ജനം ചെയ്യേണ്ട കാര്യം. ഇത് ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കും എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ, പേരുകൾ, ഒരുപാട് നാളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിന് വലിയ ഇത് കൊടുക്കാതെ അവധാനതയോടുകൂടി കാത്തിരിക്കുക. ജനങ്ങൾക്ക് പോലീസിൽ വിശ്വസിക്കാം, സർക്കാരിൽ വിശ്വസിക്കാം. കൃത്യമായ ഒരു നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതല്ലാതെ ചാനലുകാർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. മറ്റുള്ളവരെ കുറെ പേരെ അപമാനിക്കാനും നമുക്ക് അവസരം തരാതിരിക്കാൻ മാത്രമേ പറ്റൂ. നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കാം, ചില വിവരങ്ങൾ പുറത്തുകൊണ്ടുവരാം, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വസ്തുതകൾ പങ്കുവെക്കാം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഒരു ജോലിയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടിയും വരും. ഇവിടെ സതീഷ് ഒറ്റ വാചകത്തിൽ, ഫിലിം കോൺക്ലേവ് വളരെ പ്രധാനപ്പെട്ട നിലയിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. ആ ഫിലിം കോൺക്ലേവുമായി ഫെഫ്ക എന്താണ് നിലപാട്? 2 വാചകത്തിൽ. ഫെഫ്ക 100% അതുമായിട്ട് യോജിച്ചു പോകും. കാരണം 8000-ഓളം വരുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അവരുടെ തൊഴിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് സർക്കാരിൽ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫെഫ്കയുടെ നിലപാട്. റൈറ്റ്.
നന്ദി ശ്രീ എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, അതുപോലെ സതീഷ് FFKയുടെ ട്രഷറർ ഞങ്ങളുമായി സഹകരിച്ചതിനും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.